കർത്താവേ കരുണ തോന്നണമേ, കർത്താവേ കരുണ തോന്നണമേ, കർത്താവേ കരുണ തോന്നണമേ. പ്രാർത്ഥിച്ചിട്ടില്ലേ? ഇല്ലേ? പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന സാധനമല്ല കരുണ. അത് ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പോൾ മനസ്സിലാക്കണം. കരുണ കിട്ടാനുള്ള മാർഗം എന്താണെന്ന് അർഹതപ്പെട്ടവരോട് കരുണ കാണിച്ചാൽ കർത്താവ് എന്നോടും കരുണ കാണിക്കും. ഹല്ലേലൂയ. അർഹതപ്പെട്ടവരോട് കരുണ കാണിക്കാൻ എനിക്ക് മനസ്സില്ലെന്നിരിക്കെ, ഞാനൊരു കഠിന ഹൃദയനും കണ്ണിൽ ചോരയില്ലാത്തവനുമായിരിക്കെ, ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ കരം വിരിച്ചു നിന്ന് പകലന്തിയോളം അല്ലെങ്കിൽ രാവിളുക്കുവോളം ദിവസങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോളം മുട്ടിൽ നിന്നിട്ടോ നിലത്തിഴഞ്ഞിട്ടോ കർത്താവേ കരുണ തോന്നണമേ എന്നൊരായിരം 10,000 വട്ടം അലറി നിലവിളിച്ചാൽ കരുണ കിട്ടില്ല. ഇതുവരെ അറിഞ്ഞില്ലെങ്കിൽ ഇപ്പോഴറിയണം. എന്റെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് എനിക്ക് കരുണ കിട്ടാനുള്ള ഒരേ ഒരു മാർഗം, എന്നാൽ കരുണ അർഹിക്കുന്നവരോട് ഞാൻ കരുണ കാണിക്കുക എന്നുള്ളത് മാത്രമാണ്. വേദനിക്കുന്നവരോട്, ഒറ്റപ്പെട്ടവരോട്, നിരാലംബരോട്, ആശ്രയഹീനരോട്, അനാഥരോട്, വിധവമാരോട്, സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തിയവരോട് യേശുക്രിസ്തു എന്ത് നിലപാടാണോ എടുത്തത്, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ എന്ത് നിലപാടാണോ എടുത്തത്, അതേ നിലപാടാണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പലപ്പോഴും നാം വലിയ കരുണ പ്രകടിപ്പിക്കുന്നവരാണ് വാക്കുകളിലൂടെ, പ്രവൃത്തിയിലൂടെ അത് കാണപ്പെടുന്നില്ലെങ്കിൽ കരുണ കരുണയാകുന്നില്ല. ദൈവമക്കളെ, ആഹാരത്തിന്റെ രുചിയെക്കുറിച്ച് അരമണിക്കൂർ പ്രസംഗിച്ചിട്ടും ആ ആഹാരം കിട്ടിയില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. ഉണ്ടോ? വിശന്നിരിക്കുന്ന ഒരാളോട് ആഹാരത്തിന്റെ രുചിയെക്കുറിച്ച് പറഞ്ഞാൽ വിശപ്പ് കത്തിക്കാമെന്നുള്ളതല്ലാതെ വിശപ്പടങ്ങുമോ? കരുണ അർഹിക്കുന്ന ഒരാളെ കുറിച്ച് കുറേ പദം പറഞ്ഞതുകൊണ്ട് അയാൾക്ക് കരുണ കിട്ടുമോ? ഇല്ല. ഒരു സംഭവം ഓർക്കട്ടെ. ദൈവമക്കളെ കേൾക്കണം. ഒരു പള്ളിയിൽ ചെന്ന് താമസിക്കുക. ഇന്ത്യക്ക് വെളിയിലാണ്. അവിടെ താമസിക്കുമ്പോൾ പള്ളിയിലെ ശുശ്രൂഷക്കാരൻ ആ പള്ളിയിലുണ്ടായൊരു സംഭവം എന്നോട് പറഞ്ഞു. ആ പള്ളിയിൽ ശുശ്രൂഷയ്ക്ക് കൂടുന്ന നാട്ടിൽ നിന്ന് വന്ന് 8 വർഷം കൊണ്ട് സാമാന്യം ഒരു കൊള്ളാവുന്ന എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം ജീവിച്ചു പോകാവുന്ന ഒരു ജോലി സ്വന്തമാക്കിയ ഒരു ചെറുപ്പക്കാരൻ. അവൻ ആ പള്ളിയിൽ എല്ലാ കാര്യത്തിലും സജീവമായി നിൽക്കുന്നവനാണ്. ആരാധനയുണ്ടെങ്കിൽ അവൻ മതുവായി കയറും. അവൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ട് അവന്റെ ഭാര്യയെ അവൻ അവിടെ കൊണ്ടുവന്നു. ആ വേറൊരു വിസയിലാണ് കൊണ്ടുവന്നത്. ആ പെങ്കൊച്ചിന് ഒരു ക്ലിനിക്കിൽ ഒരു കുഞ്ഞു ജോലിയും കിട്ടി. ഒരുവിധം തരക്കേടില്ല, സന്തോഷമായി മുൻപോട്ട് പോകാമെന്നായി. ഈ പെൺകുട്ടി ഗർഭിണിയായി. ഈ പെണ്ണ് 8 മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരന് ഒരു വല്ലായിക. അവന് വല്ലാത്ത ക്ഷീണവും പ്രയാസവും പനിയും വിട്ടുമാറാത്ത ചുമയും അസ്വസ്ഥതയുമായി. ആശുപത്രിയിൽ ചെന്നു. പരിശോധന കഴിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കണ്ടെത്തി അവന് വളരെ ഭീകരമായ ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവന്റെ അവസ്ഥ എത്ര ഭീകരമാണെന്ന് നിങ്ങൾ ഓർത്തു നോക്കണം. ഈ കുട്ടിയെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഒറ്റ നിൽപ്പിന് 8 ലക്ഷം രൂപ ഉണ്ടാക്കണം. അങ്ങനെ ട്രീറ്റ് ചെയ്താൽ പോലും അവൻ രക്ഷപ്പെടുമെന്ന് ഒരു നിശ്ചയവുമില്ല. ഈ പെൺകുട്ടി 8 മാസം ഗർഭിണിയാണ്. ഈ വാർത്ത അറിഞ്ഞ് അന്ന് പള്ളിയിലുണ്ടായൊരു സംഭവമാണ് അവൻ എന്നോട് പറഞ്ഞത്. ദൈവമക്കളെ, ആരാധന കഴിഞ്ഞിട്ട് സ്ത്രീകൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയുണ്ട്. എല്ലാ പള്ളിയിലും ഉണ്ടല്ലോ. ഇതിലിരിക്കുന്ന ചില ആളുകളൊക്കെ വലിയ സമ്പന്നരാണ്. അതിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന സ്ത്രീക്കും ഭർത്താവിനും കൂടെ ഒരു മാസം ഏറ്റവും ചുരുങ്ങിയത് 8-10 ലക്ഷം രൂപ വരുമാനമുണ്ട്. കാരണം ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം കൈകാര്യം ചെയ്യുന്നവരാണ്. ഈ സ്ത്രീയാണ് സംഭാഷണം തുടങ്ങിയത്. എന്റെ ദൈവമേ, എനിക്ക് ആ മോന്റെ രോഗവിവരം കേട്ടിട്ട് കഴിഞ്ഞ 3 ദിവസമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയിട്ടില്ല. എന്റെ കർത്താവെ, ഞാൻ പ്രാർത്ഥിച്ചു മടുത്തു. കഴിഞ്ഞ 3 ദിവസവും രാത്രി ഞാൻ എഴുന്നേറ്റിരുന്ന് നിലവിളിച്ചതിന് കണക്കില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്കറിയുമോ, എനിക്ക് ഓർക്കുമ്പോൾ നിലവിളി വരികയാണ്. എന്റെ മകനേക്കാളധികം ഞാൻ സ്നേഹിച്ച കുഞ്ഞ ഇവിടെ വന്നേ അന്ന് മുതൽ അവന് എന്തുമാത്രം എന്റെ ഹൃദയത്തിൽ ഇടം നേടിയെന്നറിയാമോ? പാവം, അവന്റെ ഭാര്യ 8 മാസം ഗർഭിണിയ. ഈ കുഞ്ഞിന്റെ കാര്യം ഇനി എന്താകും? കർത്താവെ, അവന്റെ ചികിത്സയ്ക്ക് ഒരുപാട് പണം വേണം. എന്തു ചെയ്യും? ഈ സ്ത്രീ ഒരു അരമണിക്കൂറെങ്കിലും ആ മീറ്റിംഗിൽ ഈ മകനെ കുറിച്ച് മാത്രം സങ്കടപ്പെട്ടു. വേറെ ആരും സങ്കടപ്പെടാൻ ഇല്ലാഞ്ഞിട്ടല്ല. എല്ലാവരും ഒപ്പം തലകുലുക്കുകയും ശരിയാണെന്ന് പറയുകയും ആശ്ചര്യ ശബ്ദം കേൾപ്പിക്കുകയും ചെയ്തു. അരമണിക്കൂർ കഴിഞ്ഞപ്പോ ഈ കൂട്ടത്തിൽ അത്യാവശ്യം വരുമാനമുള്ള ഒരു സ്ത്രീ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അതേ കൊച്ചമ്മേ, നമ്മളിങ്ങനെ കുറെ സംസാരിച്ചതുകൊണ്ട് കാര്യമില്ല.
നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടൊരു കൊച്ചാണവൻ. അതുകൊണ്ട് അവനെ ചികിത്സിക്കണം. നമ്മളൊരു ഫണ്ട് റേസ് ചെയ്യണം. ഞാൻ ഇപ്പോൾ തന്നെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ആ മകന്റെ ചികിത്സയ്ക്ക് വേണ്ടി എന്റെ വകയായി 25,000 രൂപ ഞാൻ തരും. ഭർത്താവിനോട് ചോദിച്ചിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒരു കടലാസും പേനയും കൊണ്ടുവന്നേ, ഒന്ന് എഴുതിക്കേ. നമ്മൾ വിചാരിച്ചാൽ അവന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇന്ന് വിചാരിച്ചാൽ ഒരു 4 ലക്ഷം രൂപ കളക്ട് ചെയ്യാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷക്കാരൻ ചെറുപ്പക്കാരനാ കടലാസും പേനയും എടുക്കാൻ പോയത്. കടലാസും പേനയും എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞ് പേരെഴുതി തുടങ്ങിയപ്പോ അരമണിക്കൂർ സങ്കടപ്പെട്ട് കരഞ്ഞ കൊച്ചമ്മയെ കാണാനില്ല. കൊച്ചമ്മ പോയി. കാശ് കൊടുക്കുന്നത് പൊള്ളുന്ന കാര്യമാണ്. സങ്കടം പറയുന്നതിന് ഒരു ഛേദമില്ലല്ലോ. ഉണ്ടോ? കരുണ വാക്കുകളിലല്ല പ്രകടമാകേണ്ടത്. കരുണ പ്രവൃത്തിയിലൂടെയാണ് പ്രകടമാകേണ്ടത്. ഞാനൊരു പുസ്തകത്തിൽ വായിച്ച വളരെ ആഴമേറിയൊരു ചിന്ത ഞാൻ നിങ്ങളോട് പങ്കിടാം. അതൊരു സംഭവമാണ്, വെറും കഥയല്ല. ദൈവമക്കളെ, ഒരു സ്ഥലത്ത് ഒരു ഭാര്യയും ഭർത്താവും ഭയങ്കര ഭക്തരാ, ഭയങ്കര പ്രാർത്ഥനക്കാരാ. അവർക്ക് സാമാന്യം നല്ല ധനസ്ഥിതിയുണ്ട്. 2 നില മാളിക വീട്ടിലാണ് താമസിക്കുന്നത്. അവർ ഭാര്യയും ഭർത്താവും സുവിശേഷ വേല ചെയ്യുന്നവരാണ്. നാട് നീളെ നടന്ന് സകല വീട്ടിലും കയറി അവർ പ്രാർത്ഥിക്കും. എവിടെ രോഗിയുണ്ടോ, എവിടെ സങ്കടപ്പെടുന്നവരുണ്ടോ, അവിടെ ഒക്കെ അവർ ചെല്ലും. ദൈവമക്കളെ, അവർ വലിയ പ്രാർത്ഥനക്കാരാണ്. ഇവരുടെ വീടിന്റെ പുറത്ത് 3 സെന്റിനകത്ത് ഒരു പാവപ്പെട്ട വിധവയും അവരുടെ കുഞ്ഞും താമസിക്കുകയാണ്. ഈ സ്ത്രീയുടെ ഭർത്താവ് പാറമടയിൽ പണിക്ക് പോയപ്പോ പാറ പൊട്ടിച്ചപ്പോ അബദ്ധത്തിൽ പാറ തലയിൽ വീണ് തല പൊട്ടി മരിച്ചു പോയതാണ്. കഴിഞ്ഞ 5 കൊല്ലമായി ഈ സ്ത്രീ വിധവയാണ്. ഈ സ്ത്രീക്കൊരു കുഞ്ഞുണ്ട്, 12 വയസ്സുണ്ട്. ആ മോന് ആൺകുട്ടിയാണ്. പിറന്ന ശേഷം ആ കുഞ്ഞ് കിടക്ക വിട്ട് എഴുന്നേറ്റിട്ടില്ല. കാരണം ആ കുഞ്ഞിന്റെ ശരീരം ബലം പ്രാപിച്ചിട്ടില്ല, അതിന് ബുദ്ധിയുമില്ല. 12 വയസ്സുള്ള കുഞ്ഞ്, വിധവയായ അമ്മ. ചോർന്നൊലിക്കുന്ന ചെറ്റക്കുടിൽ ഈ സുവിശേഷ ദമ്പതിമാരുടെ വീടിന്റെ പുറത്ത് താമസിക്കുകയാണ്. ദൈവമക്കളെ, എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇവർ മുട്ടുകുത്തി നിൽക്കും. കൈ വിരിച്ചു പിടിച്ചവർ പ്രാർത്ഥിക്കും. ഈശോയെ, കരുണ തോന്നണമേ. ഞങ്ങളുടെ വീടിന്റെ അയൽവക്കത്ത് താമസിക്കുന്ന പാവപ്പെട്ട വിധവയോട് കരുണ തോന്നണമേ. അവരുടെ ബുദ്ധി വളരാത്ത ശരീരം തളർന്ന കുഞ്ഞിനോട് കരുണ തോന്നണമേ. കർത്താവേ, നീ അവളോട് കരുണ തോന്നണമേ. ഇത് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. ദൈവമക്കളെ, ഇത് നാളുകൾ ആവർത്തിക്കപ്പെട്ട ഒരു സംഗതിയാണ്. പക്ഷേ ആ വിധവയുടെയോ ആ കുഞ്ഞിന്റെയോ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും വന്നില്ല. അവരുടെ വീട് കെട്ടിമേഞ്ഞില്ല. അവരുടെ പട്ടിണിക്കും ദാരിദ്ര്യത്തിനും അറുതി വന്നില്ല. ആ കുഞ്ഞിനെ ചികിത്സിച്ചില്ല. ആ സ്ത്രീക്ക് ഒരു ആശ്വാസവും കിട്ടിയില്ല. സംഭവിച്ചെന്താണെന്നറിയാമോ? ഈ ദമ്പതിമാർക്ക് ഒരു മോനുണ്ട്. ഇപ്പോൾ പ്രായം 7 വയസ്സ്. ഒരു ദിവസം ഇവര് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് കൈവിരിച്ച് കണ്ണടച്ച് നിന്ന് 10 മിനിറ്റ് നേരം പതിവ് പോലെ പാവപ്പെട്ട വിധവയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് കണ്ണു തുറന്നപ്പോ തൊട്ടു മുമ്പില് മോൻ നിൽക്കുക, ദൈവം നിൽക്കുന്നത് പോലെ. എന്താ മോനെ, പ്രാർത്ഥനയ്ക്ക് ഞങ്ങളുടെ കൂടെ ഇരുന്ന് നീ ഇവിടെ വന്ന് നിൽക്കുന്നത്? പപ്പ, മമ്മി, ഞാൻ കുറെ നാളായി കേൾക്കുന്നു എന്റെ പപ്പയും മമ്മിയും കരഞ്ഞോണ്ട് ആ അമ്മച്ചിക്ക് വേണ്ടിയും ആ ചേട്ടായിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത്. ഉവ്വ, പപ്പായുടെ ആ തടിച്ച പേഴ്സന്റെ കയ്യിലോട്ട് തന്നാൽ നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും അവരുടെ പകുതി പ്രശ്നവും ഞാൻ പരിഹരിച്ചു തരാം. ഏഴ് വയസ്സുള്ള കുഞ്ഞിന് വിവേകമുണ്ടായി. കഴിഞ്ഞ 5 കൊല്ലവും പ്രാർത്ഥിച്ച ദമ്പതിമാർക്ക് ഒരു വിവേകവും ഉണ്ടായിട്ടില്ല. കരുണ പ്രകടമാകേണ്ടത് വാക്കുകളിലല്ല, കരുണ പ്രകടമാകേണ്ടത് പ്രവൃത്തിയിലാണ്. ഹല്ലേലൂയ! കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. എന്റെ സകല പ്രാർത്ഥനകളും എന്റെ പ്രവൃത്തിയിലൂടെ നിറവേറണം. നമുക്കിപ്പോഴും അത് ബോധ്യപ്പെട്ടിട്ടില്ല. ദൈവം എന്നെ നന്മ കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഒറ്റയ്ക്ക് ആസ്വദിക്കാനല്ല, അർഹതപ്പെട്ടവർക്ക് പകുത്തു കൊടുക്കാനാണെന്ന് ഞാൻ തിരിച്ചറിയണം. അവിടെയാണ് എന്റെ വിവേകം ഉണരേണ്ടത്. ഹല്ലേലൂയ! കർത്താവേ, കരുണ തോന്നണമേ, കരുണ തോന്നണമേ എന്ന് 1000 വാക്കുകളിൽ ഞാൻ നിലവിളിച്ചാൽ എനിക്ക് കരുണ കിട്ടില്ല. എന്നാൽ കരുണ കിട്ടേണ്ടവർക്ക് ഞാൻ കരുണ കൊടുത്തിട്ട് ദൈവം മുമ്പിൽ വെറുതെ ഇരുന്നാൽ മതി. കർത്താവ് എനിക്ക് കരുണ കൊണ്ടുതരും. ആമേൻ. ഹല്ലേലൂയ!